എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഒരു മോട്ടിവേഷൻ സ്പ്രെഡാണ് എടുക്കാൻ പോണത്. അപ്പോൾ കാർഡ് നമ്മൾ റിലീവ് ചെയ്യാൻ പോവുകയാണ്. നമുക്ക് കിട്ടിയ കാർഡ് ഫോർ ഓഫ് വാൻഡ്സ്, പേജ് ഓഫ് സോർഡ്സ്, ദ വേൾഡ്, ദ ഹീറോഫൻസ്, ദ മൂൺ. ഇങ്ങനെയാണ് നമ്മുടെ കാർഡ് കിട്ടിയേക്കുന്നത് ഇന്നത്തെ. ഞാൻ എപ്പോഴും പറയുന്ന പോലെ എൻ്റെ എനർജിയും ടാറോൻ്റെ എനർജിയും നിങ്ങളുടെ എനർജിയും കൂടി കണക്ഷൻ ആകുമ്പോഴാണ് നിങ്ങൾക്ക് യൂണിവേഴ്സ് കൃത്യമായിട്ടുള്ള ഗൈഡൻസും നിങ്ങളുടെ റീഡിങ്ങായിട്ട് മാറുള്ളൂ. അപ്പോൾ നമുക്ക് മീനിങ്ങിലേക്ക് പോവാം. എന്താണ് യൂണിവേഴ്സ് നമുക്ക് തന്നിട്ടുള്ള, അതായത് എന്നെ കേൾക്കുന്ന നിങ്ങളെന്ന വ്യക്തികൾക്ക് തന്നിട്ടുള്ള മെസ്സേജ് എന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് കാർഡിൻ്റെ മീനിങ് നോക്കാം. ഫസ്റ്റ് കാർഡ് പറഞ്ഞത് ഫോർ ഓഫ് വാൻഡ്സ് ആണ്. ഫോർ ഓഫ് വാൻഡ്സ് പറയുമ്പോൾ ഒരാഘോഷത്തെ സൂചിപ്പിക്കണം. നിങ്ങളുടെ പാസ്റ്റ് ലൈഫ് ഒരാഘോഷത്തെ സൂചിപ്പിക്കുന്നു. നല്ല അടിച്ചുപൊളിച്ച ജീവിതം, അല്ലെങ്കിൽ നല്ലൊരാഘോഷം, നല്ല സെലിബ്രേഷൻ, ലൈഫിൽ സന്തോഷം മാത്രമായിരുന്ന, അല്ലെങ്കിൽ നല്ല ജോലി സ്ഥലത്ത് നല്ല ഹാപ്പിനെസ്, കൂട്ടുകാരോടൊത്തുള്ള ഒരു പാസ്റ്റ് ലൈഫ്. നിങ്ങളുടെ പാസ്റ്റ് കാർഡാണ് അത് കാണിക്കണത്. പാസ്റ്റ് കാർഡിൽ എപ്പോഴും സന്തോഷം മാത്രമായിരുന്നു. എങ്ങും ഒരു പക്ഷേ നിങ്ങൾ കുടുംബപരമായിട്ട് എപ്പോഴും സന്തോഷത്തിൽ, അതേപോലെ നിങ്ങളുടെ ജോലി സ്ഥലമായിട്ട് നിങ്ങൾ നല്ല ഐക്യതയോടും രമ്യതയോടൊക്കെ കൂടി പോയിരുന്ന, എപ്പോഴും നല്ല സന്തോഷം മാത്രം, എവിടെ നോക്കിയാലും നല്ല സന്തോഷം മാത്രം, ആഘോഷം മാത്രം, ഇവന്റുകൾ, അല്ലെങ്കിൽ നല്ല നിങ്ങൾ എപ്പോഴും ഒരു സന്തോഷത്തിൻ്റെ ഒരു അറ്റ്മോസ്ഫിയറിലായിരുന്നു നിങ്ങളുടെ പാസ്റ്റിൽ എന്ന് വേണം പറയാൻ. കാരണം എവിടെ നോക്കിയാലും ആഘോഷങ്ങളും, മനസ്സും ഒരു പക്ഷെ ആഘോഷത്തിമർപ്പായിരിക്കാം. കാരണം നിങ്ങൾ വിഷമങ്ങൾ അലട്ടുന്നില്ല. ഒരുപക്ഷെ വിഷമങ്ങൾ ഉണ്ടെങ്കിൽ പോലും നിങ്ങൾ അലട്ടാത്ത ഒരു സാഹചര്യത്തിൽ കൂടെ നിങ്ങൾ കടന്നു പോയിരുന്നു എന്ന് വേണം കരുതാൻ. നിങ്ങൾക്ക് എപ്പോഴും സന്തോഷം മാത്രമാണ് നിങ്ങളുടെ പാസ്റ്റ് ലൈഫിൽ ഉണ്ടായിരുന്നുള്ളൂ. രണ്ടാമത്തെ കാർഡ് പേജ് ഓഫ് സോർഡ്സ് ആണ്. അത് സൂചിപ്പിക്കുന്നത് എന്താണെങ്കിൽ, ഇവിടെ വാളാണ് കാണിക്കുന്നത്. അതൊരു പക്ഷെ നിങ്ങളുടെ നാവായിരിക്കാം. ഈ വാള് എന്ന സൂചന ഒരു പക്ഷെ നിങ്ങളുടെ നാവായിരിക്കാം. അപ്പോൾ സൂക്ഷിച്ചിട്ട് വേണം, ജാഗ്രതയോടെ ഇരിക്കുക എന്നും പറയുന്നുണ്ട്. കാരണം നമ്മുടെ നാവിൻ്റെ ദോഷം നമുക്ക് ഒരു പക്ഷേ ജീവനാന്തകാലം നമുക്ക് ചില മുറിവുകളെ സമ്മാനിക്കും. അതുപോലെ തന്നെ നമുക്ക് പറഞ്ഞ വാക്ക്, നമ്മൾ ഒരാളോട് പറഞ്ഞത് ഒരിക്കലും തിരിച്ചെടുക്കാൻ പറ്റില്ല എന്ന് പറയാറുണ്ട്. അപ്പം ചില വാക്കുകൾ നമ്മൾ പ്രയോഗിക്കുമ്പോൾ അല്ലെങ്കിൽ പറയുമ്പോൾ അങ്ങനെ ചില ബന്ധങ്ങളെ നമുക്ക് നഷ്ടപ്പെടാം. നമ്മുടെ മാതാപിതാക്കളാവട്ടെ, മക്കളാവട്ടെ, അല്ലെങ്കിൽ നമ്മുടെ ഹസ്ബൻഡാവട്ടെ, ഏത് റിലേഷൻഷിപ്പിലാണെങ്കിലും നമ്മുടെ നാവ് എന്തെങ്കിലും ഒരു കോട്ടം തട്ടിയല്ല, അതായത് നമ്മൾ പറയാൻ പറ്റാത്ത ഒരു വാക്ക് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മളുടെ ലൈഫിൽ നമുക്ക് ഒട്ടേറെ നഷ്ടപ്പെടൽ. കാരണം ഒരു വാക്ക് കത്തിയേക്കാൾ മൂർച്ചയാണെന്ന് പറയണം. അപ്പോൾ ഈ സോഴ്സ് കാണിക്കുന്നത് നാം എന്ന വ്യക്തിയുടെ ക്ഷമാപൂർവമല്ലാത്ത ചില ഇടപെടലുകൾ നമുക്ക് കൊണ്ടുവരുന്ന, അതായത് ചിലപ്പോൾ സംഘർഷങ്ങളോ തർക്കങ്ങളോ. അപ്പം അതുകൊണ്ട് പരമാവധി ജാഗ്രതയോടെ ഇരിക്കുക എന്ന് പറയുന്നുണ്ട്. അതായത് ഇത് പ്രതിനിധീകരിക്കുന്നത് നീതി നടപ്പാക്കാൻ പറയേണ്ട, അതായത് ഈ വാള് സൂചിപ്പിക്കുന്ന ഒരു പക്ഷെ അനീതിക്കെതിരെ പോരാടുക എന്നതും ഇതിനെ സൂചിപ്പിക്കുന്നുണ്ട് കേട്ടോ. നാവ് മാത്രമല്ല സൂചിപ്പിക്കുന്നത്. നമ്മൾ പറയാറില്ല 20 തല മൂർച്ചയുള്ള വാളാണ് നിന്റെ നാവ് എന്നൊക്കെ പറയാറുണ്ട് ചില ആൾക്കാരെ കുറിച്ച്. അപ്പോൾ പക്ഷെ ഇവിടെ മറ്റൊരർത്ഥം കൂടിയുണ്ട്. അതായത് നമ്മൾ അനീതിക്കെതിരെ പോരാടും, പക്ഷെ എടുത്തു ചാടി പോരാടാതെ വിവേകപൂർവ്വം ചിന്തിച്ചിട്ട് വേണം നമ്മൾ അത് ചെയ്യാൻ. അതായത് എന്താ അനീതിക്കെതിരെയാണ് പോരാടുന്നതെങ്കിൽ അത് വേണോ വേണ്ടയോ, ഇവിടെ ഞാൻ പോരാടണോ, ഈ പോരാട്ടം എന്നെ കൊണ്ട് എവിടെയാണ് എത്തിക്കുക എന്നുള്ളത് വിവേകപൂർവ്വം ചിന്തിച്ചിട്ട് മാത്രമാണ് ഇതിനിറങ്ങി പുറപ്പെടാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാവണത് നമുക്ക് കുറച്ച് കാലം, അതായത് നമ്മൾ മാനസികമായിട്ട് വല്ലാതെ ഒറ്റപ്പെട്ടു പോകും. കാരണം ഏകാഗമായി പോകും. കാരണം നമ്മുടെ ഒരു പ്രവൃത്തി മൂലം
കാരണം കാണിക്കുന്നത് സോഴ്സ് ആയ കാരണം കൊണ്ട് നമ്മുടെ ഒരു പ്രവൃത്തി മൂലം നമുക്ക് ഒരു ഒറ്റപ്പെടൽ വരും. കാരണം നമ്മുടെ നാവോ അല്ലെങ്കിൽ നമ്മുടെ പ്രവൃത്തിയോ. അതുകൊണ്ട് ഇവിടെ ഗൈഡൻസ് ഉള്ളത് ഏകാഗ്രതയോടെ ക്ഷമയോട് കൂടിയിട്ട് ആത്മസംയമനം പാലിക്കാനാണ് പറയണത്. യൂണിവേഴ്സിന്റെ മെസ്സേജ് അതാണ്. അടുത്ത കാർഡ് കിട്ടിയേക്കുന്നത് നമുക്ക് വേൾഡ് കാർഡാണ്. അപ്പോൾ അതൊരു നെക്കഡ് വുമൺ ആയ കാരണം കൊണ്ട് ഞാൻ അതിനൊന്ന് മറച്ചു വെച്ചിട്ടുണ്ട്, പീലി വെച്ചിട്ട്. ഇതൊരു പൂർത്തീകരണത്തിന്റെ കാർഡാണ്. നിങ്ങളൊരു എന്താണ്, അതായത് ഒരു ഡിഗ്രി എടുത്തു, അത് പൂർത്തീകരിച്ചു. ഒരു വീട് പണി ആണെങ്കിൽ അത് പൂർത്തീകരിച്ചു. എല്ലാതും ഒരു പൂർത്തീകരണത്തെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഒരു പരിണാമത്തെ, ഒരു പൂർത്തീകരണത്തെ, ഒരു പരിണാമത്തെ ഒക്കെ ഇതിന് സൂചിപ്പിക്കുന്നുണ്ട്. അതായത് വിജയത്തെയാണ് സൂചിപ്പിക്കുന്നത്. അതായത് ആ മാല കണ്ടല്ലോ, ഒരു പച്ചമാല ചുറ്റിലും, ആ സ്ത്രീയുടെ ചുറ്റിലും ഒരു പച്ചമാല ഉണ്ട്. അത് വിജയത്തെ സൂചിപ്പിക്കുന്നു. പിന്നെ 4 രൂപങ്ങള് 4 കാലങ്ങളെ സൂചിപ്പിക്കുന്നു. പിന്നെ ഒരു പുതിയ ഒരു ചിന്ത നിങ്ങളിൽ ഉടലെടുത്തിട്ടുണ്ട്. അതായത് ഏതൊരു പ്രതിസന്ധി വന്നാലും, ഏത് കഠിനമായ വെല്ലുവിളി വന്നാലും അതിനെ നേരിടാൻ നിങ്ങൾ പ്രാപ്തമാണ് എന്നതിനെ സൂചിപ്പിക്കുന്നു. പിന്നെ നിങ്ങളുടെ ചുറ്റുപാടുകളും എപ്പോഴും മാറിക്കൊണ്ടിരിക്കും എന്നതിനെയും അത് സൂചിപ്പിക്കുന്നുണ്ട്. കാരണം ആ ഒരു സ്ത്രീ ഇങ്ങനെ 2 കാല് 2 തരത്തിലാണ് വെച്ചേക്കണത്. കാരണം എനിക്കത് അങ്ങനത്തെ ഒരു രൂപമായ കാരണം കൊണ്ട് എനിക്കതിനെ കാണിച്ചു തരാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ കാരണം നിങ്ങളെന്ന വ്യക്തി മറ്റുള്ള മാനസികാവസ്ഥ എന്ത് തന്നെ നേരിട്ടാലും നിങ്ങൾ അതിനെ ഓവർകം ചെയ്തിട്ട് നേരിടാനുള്ള പ്രാപ്തി നിങ്ങളുടെ മനസ്സിനായിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങളെന്ന വ്യക്തിക്കായിട്ടുണ്ടെന്നും ചുറ്റുപാടുകളൊന്നും സാഹചര്യങ്ങളൊന്നും അനുകൂലമല്ലെങ്കിൽ പോലും അതിനെ തരണം ചെയ്ത് അതിജീവിച്ച് നിങ്ങളുടെ വിജയത്തിലേക്ക് എത്താൻ വേണ്ടുള്ള മാർഗനിർദ്ദേശം നിങ്ങളെന്ന വ്യക്തിയുടെ ഉള്ളിൽ തന്നെ ഉടലെടുത്തു എന്നതിനെയാണ് സൂചിപ്പിക്കുന്നത്. യൂണിവേഴ്സ് പറയണത് നിങ്ങളെന്ന വ്യക്തി പൂർത്തീകരണത്തിന്റെ പാതയിലാണ് എന്നാണ്. അപ്പോൾ നിങ്ങൾ അത് തന്നെയായിട്ട് നിങ്ങൾ എന്താണോ തുടങ്ങിയത്, അല്ലെങ്കിൽ എന്താണ് നിങ്ങൾ ഇപ്പോൾ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാനാണെങ്കിൽ, അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ കംപ്ലീറ്റ് ചെയ്യാനാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു എന്തൊരു സംരംഭമാവട്ടെ, വീടാവട്ടെ, എന്താണെങ്കിലും ഒരു പൂർത്തീകരണത്തിന്റെ പാതയിലാണ് നിങ്ങളെന്നാണ് യൂണിവേഴ്സ് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് വെല്ലുവിളികളെ നിങ്ങൾ തരണം ചെയ്യാൻ നിങ്ങൾ സ്വയം പര്യാപ്തരാണ് എന്നതിനെയും ഈ കാർഡ് സൂചിപ്പിക്കുന്നുണ്ട്. അടുത്ത കാർഡ് കാണിക്കുന്നത് ദ ഹിറോഫന്റ്. അപ്പോൾ നിങ്ങളൊരു നല്ലൊരു ഹീറോ ആണ് പറയാം. അതായത് മറ്റുള്ളവരെ നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരു ഹീറോ, അല്ലെങ്കിൽ ഒരു ന്യായാധിപൻ, അല്ലെങ്കിൽ ഒരു കൂട്ടായ്മയുടെ തലവൻ, അല്ലെങ്കിൽ വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ എല്ലാവരെയും കൈകാര്യം ചെയ്യാൻ, അല്ലെങ്കിൽ എല്ലാവരുടെയും ലീഡർഷിപ്പ് ഏറ്റെടുക്കാൻ പറ്റിയ ഒരു വ്യക്തി എന്നതിനെയാണ് സൂചിപ്പിക്കുന്നത്. മറ്റുള്ളവരെ കേൾക്കാൻ നല്ല മനസ്സുണ്ട്, നല്ല മനസ്സിനുടമയാണ്, ശക്തമായ മനസ്സിനുടമയാണ്. വസ്ത്രം കാണിക്കണം, സൂചിപ്പിക്കണം ആ ചുവപ്പ് തന്നെ നിങ്ങൾ ശക്തമായ ഒരു മനസ്സിനുടമയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ന വ്യക്തി എല്ലാവരും നിയന്ത്രിക്കാനും വഴികാട്ടിയാവാനും, ഏതൊരാളുടെ പ്രശ്നങ്ങളെയും സോൾവ് ചെയ്തിട്ട് അവർക്കൊരു മനസ്സിനൊരു കുളിർമ നൽകാനും അവരെ ഒരു മുന്നോട്ട് നയിക്കാനും പറ്റണ ഒരു വ്യക്തിത്വത്തിന് ഉടമയാണ് നിങ്ങൾ എന്നതിനെയാണ് ഹീറോഫന്റ് എന്ന കാർഡ് സൂചിപ്പിക്കുന്നത്. നിങ്ങളൊരു പക്ഷെ ഒരു ഉപദേശകനായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളെന്ന വ്യക്തി മറ്റുള്ളവരെ കൂട്ടായ്മയുടെ മുന്നിൽ നിന്നുകൊണ്ട് തന്നെ അവരെയൊക്കെ നയിക്കാൻ, അല്ലെങ്കിൽ അവരെ കൺട്രോൾ ചെയ്യാൻ കെൽപ്പുള്ള ഒരാളാണ് എന്നും, നിങ്ങൾക്ക് നല്ല മനസ്സിനോടമയാണ്, നല്ല കരുത്തുള്ള മനസ്സിനോടമയാണ്. നല്ല മനസ്സിനുടമയേക്കാൾ ഉപരി നല്ല കരുത്തുള്ള മനസ്സിനുടമയാണ് നിങ്ങളെന്നതിനെ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പം ലീഡർഷിപ്പ് ഏറ്റെടുക്കും. അതുകൊണ്ട് തന്നെ ഏതൊരു കാര്യത്തിലും നിങ്ങൾ മുൻപന്തിയിൽ ഉണ്ടാവും എന്നതിനെയാണ് ഈ ഒരു കാർഡ് സൂചിപ്പിക്കുന്നത്. അടുത്ത കാർഡ് കിട്ടിയിരിക്കുന്നത് ദ മൂൺ എന്നതിനെയാണ്. ദ മൂൺ എന്നതിന് സൂചിപ്പിക്കുമ്പോൾ ഒരു നെഗറ്റീവ് കാർഡ് എന്ന് പറയാം. പക്ഷെ പൂർണ്ണമായിട്ടും നെഗറ്റീവ് അല്ലെങ്കിലും ഒരു നെഗറ്റീവ് വൈബ് അവിടെ ഉണ്ട്. അതായത് മടി, ഉത്കണ്ഠ, ആകാംക്ഷ, അല്ലെങ്കിൽ ഭയം, അതുപോലെ തന്നെ മറ്റുള്ളവരിൽ നിന്ന് ഒറ്റപ്പെട്ട് നിൽക്കാൻ ആഗ്രഹിക്കുക, വികാരങ്ങളെ നിയന്ത്രിക്കാൻ പറ്റാത്ത ഒരവസ്ഥ, ഒറ്റയ്ക്കിരുന്ന് കരയുക, ആഗ്രഹിച്ച കാര്യങ്ങൾ നേടാൻ പറ്റാതെ ഉണ്ടാവണേ, ചുറ്റുപാടുകളും നിങ്ങൾക്ക് ശത്രുതാപരമായിട്ട് വരിക, മറ്റുള്ളവരുടെ മുമ്പിൽ നിങ്ങൾക്ക് നേരിടേണ്ടി വരുന്നൊരു സാഹചര്യം ഉണ്ടാകുമ്പോൾ അതിനെ തരണം ചെയ്യാൻ പറ്റാതെ, ഓവർകം ചെയ്യാൻ പറ്റാതെ നിങ്ങൾ ഒറ്റപ്പെട്ടു പോകുന്നൊരവസ്ഥ, ഭയങ്കര സംശയം, എല്ലാവരും ഒരു സംശയ കണ്ണോട് കൂടിയിട്ട് വീക്ഷിക്കുക,
പക്ഷെ മറച്ചു വെച്ച ഏതോ ഒരു രഹസ്യം അല്ലെങ്കിൽ ഏതോ ഒരു ഭയം നിങ്ങൾ അലട്ടിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയാം. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രഹസ്യം നിങ്ങൾ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്, അത് നിങ്ങളെ വല്ലാത്തൊരു ഉത്കണ്ഠയിലേക്ക് എത്തിക്കുന്നു. അത് അഭിമുഖീകരിക്കാൻ പറ്റാതെ വരുമ്പോൾ ഒരു അരക്ഷിതാവസ്ഥയിലേക്ക് പോവുക. പക്ഷെ നിങ്ങളിവിടെ വേണ്ടത് ആത്മാന്വേഷണം നടത്തിയിട്ട് എന്താണ് നിങ്ങളിലുള്ള ഉത്കണ്ഠ അല്ലെങ്കിൽ നിങ്ങൾ ഒളിപ്പിച്ചു വെച്ച രഹസ്യം, അതിൽ നിന്ന് പുറത്തു കിടക്കാൻ ശ്രമിക്കുക. അതാണ് യൂണിവേഴ്സ് പറയണത്. കാരണം ഈ ഒരു 3 കാണിക്കണത് എല്ലാ ചുറ്റിലുള്ളത് നിങ്ങളെ ഒരു ജലത്തിലുള്ളത് ഒരു തേള്, ഒരു 2 കുറുക്കന്മാര് ഓരിയിടണു ചന്ദ്രനെ നോക്കിയിട്ട്. അപ്പോൾ ആ തേളിനെ നിങ്ങളുടെ മനസ്സിനെ കവർന്നു തിന്നുകൊണ്ടിരിക്കുന്ന, ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ആ ഒരു രഹസ്യമായിരിക്കാം, അല്ലെങ്കിൽ ആ ഉത്കണ്ഠ ആയിരിക്കാം. ചുറ്റുപാടുമുള്ള ചന്ദ്രനെ നോക്കി ഉള്ള ആ 2 കുറുക്കന്മാരെ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ വികാരാധീനമായിട്ട് മറ്റുള്ളവരുമായിട്ടുള്ള അതായത് നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത ഒരു ഭയം ഉത്കണ്ഠ വരുമ്പോൾ എല്ലാത്തിനും സംശയത്തോടു കൂടി കാണുക. അപ്പോൾ ചുറ്റുമുള്ള ആൾക്കാരനെല്ലാം നമ്മൾ സംശയത്തോടു കൂടി വീക്ഷിക്കുക, അവരായിട്ട് തർക്കത്തിന് പോവുക. ഇത്തരമൊരു അവസ്ഥയിൽ നിന്ന് നിങ്ങൾ മറികടക്കേണ്ട അനിവാര്യമാണ് എന്നതുകൊണ്ട്, കാരണം അത് ആത്മപരിശോധന നിങ്ങൾ നടത്തിയേ ഒക്കൂ എന്നാണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്ന ഗൈഡൻസ്. അതിൽ നിന്ന് ഓവർകം ചെയ്ത് പുറത്തു കടക്കാൻ വഴി എന്നതിനെ നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. നമുക്ക് കിട്ടിയ 2 ഏഞ്ചൽ കാർഡ് ഇതാണ്. ബി അസർട്ടീവ്, പീസ്ഫുൾ, റെസൊല്യൂഷൻ. അപ്പോൾ നമുക്ക് നിങ്ങളെന്ന വ്യക്തിക്ക് പറയണത് നിങ്ങൾ ഉറച്ചു നിൽക്കുക. സാഹചര്യം നിങ്ങൾ ആവശ്യപ്പെടുന്നു. നിങ്ങളുടെ വ്യക്തിപരമായ വികാരങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് വ്യക്തത ഇല്ലെങ്കിലും യൂണിവേഴ്സിന് വ്യക്തത ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഉറച്ചു നിൽക്കുക. ധൈര്യത്തോടെയും ആത്മവിശ്വാസത്തോടും കൂടിയിട്ടിരിക്കുക. മറ്റുള്ളവരെ സംതൃപ്തരാക്കേണ്ട ആവശ്യമില്ല, പക്ഷെ നിങ്ങളിൽ ഉറച്ചു നിൽക്കുക. അതാണ് കാണിക്കുന്നത്. പീസ്ഫുൾ റെസൊല്യൂഷൻ, അത് ഒരു മാലാഖ പറയുമ്പോൾ നിങ്ങൾക്ക് പരിഹരിക്കാൻ പറ്റാത്ത ഒരു പ്രശ്നം നിങ്ങളിലില്ല, പക്ഷെ നിങ്ങളെന്ന വ്യക്തിക്ക് ആ കഴിവുണ്ട്, ആ മാറ്റം വരുത്താനുള്ള കഴിവുണ്ട്. നിങ്ങളുടെ മേല് പല പൊരുത്തക്കേടുകളും അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടെങ്കിലും നിങ്ങളെന്ന വ്യക്തിയുടെ മേൽ നിങ്ങൾക്ക് തന്നെ ഒരു അനുകൂലമായ സാഹചര്യം അല്ലെങ്കിൽ ഒരു കൺട്രോൾ ഉണ്ടായാൽ അത് പ്രതികൂലമായ ഏതൊരു സാഹചര്യത്തിലൂടെയും നിങ്ങൾ കടന്നു പോവുകയാണെങ്കിലും അതെല്ലാം അനുകൂലമാക്കാനും പ്രതികൂലമാക്കാനുള്ള സാഹചര്യങ്ങൾ നിങ്ങൾക്ക് ചുറ്റുമുണ്ടെങ്കിലും അത് അനുകൂലമാക്കാനുള്ള ഒരു കഴിവ് നിങ്ങൾക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മനസ്സോട് നല്ല സമാധാനത്തോട് ക്ഷമയോട് കൂടിയിട്ട് നിങ്ങളെ മനസ്സിനെ നിയന്ത്രിച്ച് നിങ്ങൾക്ക് മുന്നോട്ട് തന്നെ പോവാൻ, കാരണം നമ്മളവിടെ സ്റ്റക്കായി നിൽക്കാതെ ബി അസർട്ടീവ് ഉദ്ദേശിക്കുന്നത് തന്നെ അത് തന്നെയാണല്ലോ. കാരണം ഉറച്ചു നിൽക്കുക, സാഹചര്യം നിങ്ങൾക്ക് നല്ലതിനെ കൊണ്ടുവന്ന് തരുമെന്ന് തന്നെയാണ് നിങ്ങൾക്ക് യൂണിവേഴ്സ് നൽകിയിട്ടുള്ള നിർദ്ദേശം. അപ്പോൾ എന്നെ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ എന്നെ ഒന്ന് വാച്ച് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യൂ, ഓൾ എന്ന ബെല്ലാം ഐക്കണം അമർത്തി. ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒരു ബെല്ലൈക്കണം കൂടി അമർത്തിയാൽ നിങ്ങൾക്ക് അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടും. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.